ഹായ്, അപ്പോൾ നമുക്കിന്നൊരു ഡേ കണ്ടാലോ? അപ്പോൾ ഇത് തിരുവാതിര ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ നല്ല കൂവപ്പായസം ഉണ്ട്. കൂവപ്പൊടി, ശർക്കര, തേങ്ങയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുള്ളൊരു കൂവപ്പായസം. പിന്നെ ഞാൻ അപ്പുറത്ത് കുക്കറിൽ നമ്മുടെ പയറും അതേപോലെ തന്നെ അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു പുഴുക്ക്, നല്ല ടേസ്റ്റാട്ടോ. ഇത് രണ്ടും കൂടി പിന്നെ പപ്പടം ഇതൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം നമ്മളതൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി, നന്നായിട്ട് അതൊക്കെ ഉണ്ടാക്കിയത് ഞാനല്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി. അതേപോലെ തന്നെ തിരുവാതിര സ്പെഷ്യലായിട്ടുള്ള പഴക്കൊല, പിന്നെ അമ്മയുടെ പപ്പടം വറക്കുന്നുണ്ട്. അതൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു, ശിവൻ്റെ അമ്പലത്തിൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു തറവാട്ടിൽ നിന്നൊക്കെ ഉള്ളവർ. അപ്പം അങ്ങനെ നമ്മൾ നടന്നിട്ടാണ് പോയത്. നമ്മുടെ അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ നടന്നിട്ടാണ് പോയത്. ഇതാണ് തളി മഹാദേവ ക്ഷേത്രം, നമ്മുടെ വീടിൻ്റെ അടുത്താട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അവിടെ ആണെങ്കിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, തിരുവാതിരയായിട്ട് അങ്ങനെ ആളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പരിപാടികൾ, നാമജപം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ രാവിലെ തന്നെയൊക്കെ അമ്പലത്തിൽ പോകുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായില്ലേ. കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാവരും കൂടിയൊക്കെ അമ്പലത്തിൽ പോകുന്നത് ഒരു പോസിറ്റീവ് വൈബാണല്ലേ. അപ്പോൾ ഈ അമ്പലം നമ്മളിടയ്ക്ക് വരാറുള്ളതാണ്, മാസത്തിലൊക്കെ അങ്ങനെ വരാറുള്ളതാണ്. തിരുവാതിര കൊണ്ട് മെയിൻലി നമ്മൾ ശിവൻ്റെ അമ്പലത്തിലാണല്ലോ അങ്ങനെയുള്ള പോവുക. അപ്പോൾ ഞങ്ങൾ ഈ അമ്പലം പിന്നെ വേറൊരു അമ്പലത്തിൽ പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതാണ് അമ്പലം. കുറേ ഐതിഹ്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ 4 പുറം നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ കാണാൻ തന്നെ നല്ല രസമായി. ചുമരമ്പിലുള്ള ചിത്രപ്പണികളും അതൊക്കെ. പിന്നെ ഈ കാണുന്ന ഹോളിൽ ഇങ്ങനെ നാമജപമൊക്കെ നടക്കാറുണ്ട്. ഈ മാസത്തിൽ അവസാനത്തെ ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ നാമജപമൊക്കെ നടക്കാറുണ്ട്. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ വന്നിട്ട് വേഗം തൊഴുതു പോകാതെ കുറച്ച് നേരം അവിടെ ഇരിക്കുന്നൊക്കെ നല്ലതാണ് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് താഴെ പോയാൽ അവിടെ വേറൊരു അമ്പലമുണ്ട്. അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, താമരയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊന്നും കണ്ടില്ല. നമ്മൾ വേറൊരു അമ്പലത്തും കൂടി പോകണമെന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതാണ് ഈ അമ്പലം. ഇത് കൈത്തലിയാണ്, പട്ടാമ്പിള്ള കൈത്തലിയാണ്. അവിടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസ് പ്രോഗ്രാമും തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ തിരിച്ചു പോകും. വീഡിയോ ഇഷ്ടപ്പെട്ടു